സോ ഇന്ന് നമ്മളൊരു മൂവി കാണാൻ പോവുകയാണ്. രണ്ടുപേരെത്തി സ്നേഹം കാണാൻ പോവുകയാണ്. അതെ, ഡീമൺ സ്ലേയറിനെ കുറിച്ചെല്ലാം പറയാനുണ്ടോ? സെനിച്ചു അക്കാശ 120ക്കാണ് മൂവി. അങ്ങനെ നമ്മൾ ഫൈനലി എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി മൂവി നെവർ ഗീവ് അപ്പ് എന്ന് പറഞ്ഞൊരു മൈൻഡ് സെറ്റ് പിള്ളേർക്കും വരും. തോന്നിയില്ല ഈ സെയിം രീതിയിലാണ് ഞാൻ സ്നേഹരുടെ പറഞ്ഞത്. അനിമെ കാണും. ഒരിക്കലും അനിമെ കാർട്ടൂൺ എന്ന് പറയില്ല, കാർട്ടൂൺ അല്ല. താഴെ കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സീൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇങ്ങനത്തെ ഒരു മൂവി ഞാൻ കണ്ടിട്ടേ ഇല്ല. ലൈക്ക് ഫസ്റ്റ് ടൈം ഒരു ആനിമേറ്റഡ് മൂവി, ഫുൾ ആനിമേറ്റഡ് മൂവി ഇതോ ഒന്ന് നമ്മൾ റിയലൈസ് ചെയ്യാൻ വെക്കുന്നത്. ഒരു ലൈഫ് ലെസൺസ് കാണാൻ തുടങ്ങിയ റീസൺ വന്നിട്ട് അബി പറഞ്ഞു, സ്നേഹ നീ പോയിട്ട് ആഡായിരുന്നു, അയ്യോ എന്താ ചെയ്യാനാ, വേറോ നെക്സ്റ്റ് ജോബ് വേറോ, അപ്പൊ അപ്ലൈ ചെയ്തോണ്ടിരിക്കുന്ന അബി ഗിവ് അപ്പ് ചെയ്യണ്ടാണ് കൂടി ലൈക്ക് വായാല പറഞ്ഞില്ല. പക്ഷെ ഈ സീരീസ് നോക്കൂ നീ. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് സാറ്റർഡേ ആണ്, ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 12 ആയി. സോ ഇന്ന് നമ്മളൊരു മൂവി കാണാൻ പോവുകയാണ്, അനിമെ മൂവി കാണാൻ പോവുകയാണ്. അതെ, ഇന്ന് ബട്ട് സ്നേഹമോൾ കൂടെ ഇല്ല, പുള്ളിക്കാരി തിരിച്ച് ഒമാനിലേക്ക് പോയി. മിസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഹാർഡ്ലി നമുക്കൊരു 3 to 4 days എന്താ പറയാ, നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടി. അതെ, ഒന്ന് മീറ്റ് ചെയ്തിട്ട് തിരിച്ചു പോകുമ്പോഴാണ് ഭയങ്കര മിസ്സിങ് ഫീലിംഗ് വരുന്നത്. ഓക്കെ, ഉടനെ നമുക്ക് അവിടെ പോവാം, പുള്ളിക്കാർക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ, ഇന്ന് എൻ്റെ കൂടെ എൻ്റെ 2 ഫ്രണ്ട്സും വരുന്നുണ്ട്. പിന്നെ സ്നേഹമോൾ അവിടെ ഒമാനിൽ ഇന്ന് തിയേറ്ററിൽ പോയി കാണും എന്ന് പറഞ്ഞു, പുള്ളിക്കാരിയും ഒന്നുണ്ട്. ഓക്കെ, മൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു അനിമെ മൂവിയാണ്, ഡീമൺ സ്ലെയർ ആണ്. സോ എനിക്കൊന്ന് കേരളത്തിൽ ഇപ്പം അനിമെ ഫാൻസ് ഒക്കെ കൂടി വരെയാണ്. ഞാനും ഉണ്ടല്ലോ, പുള്ളിക്കാരികൾ ആദ്യം ഫോഴ്സ്ഫുള്ളി കാണിച്ചു, സീരീസ് ഒക്കെ കാണിച്ചു, കാണു. ബട്ട് ഫസ്റ്റ് സീസണൊക്കെ ആയപ്പോൾ തന്നെ പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈക്ക് മെന്റലി ഭയങ്കര സ്ട്രോങ് ആയി. എന്താ പറയാ, ഓക്കെ, എന്റെ കൂട്ടുകാർ ഞാൻ പറഞ്ഞു പുള്ളിക്കാരിയും എന്താ പറയാ അതിന്റെ സീസൺസ് എല്ലാം കണ്ട് തുടങ്ങി. എനിക്കൊന്ന് തീർത്തു, ഞാനും റീവാച്ച് ചെയ്തു, നമ്മൾ ഒരുമിച്ച് തീർത്തു. പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈക്ക് മെന്റലി സ്ട്രോങ് ആക്കും. അതിൻ്റെ അത് ക്യാരക്ടർ ഉണ്ടല്ലോ, അത് നെവർ ഗീവ് അപ്പ് ആണ് പുള്ളിക്കാരൻ. സ്വന്തം ഫാമിലിക്ക് വേണ്ടി, സിസ്റ്ററിന് വേണ്ടി. നല്ലൊരു സ്റ്റോറി ലൈൻ, നല്ലൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പ്, അങ്ങനത്തെ ഒരു സ്റ്റോറി ലൈനാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങളും പോയി കാണും. നിങ്ങൾ മെന്റലി നല്ല ലൈക്ക് ഹാപ്പി ആക്കുകയും ചെയ്യും. ലൈക്ക് നമുക്ക് ഇമോഷൻസ് ഒക്കെ ആക്ച്വലി ഫീൽ ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ സീരീസ് ഒക്കെ കാണുമ്പോൾ. അപ്പൊ ഞാൻ വിചാരിച്ചു ഡീമൺ സ്ലെയറിൽ തുടങ്ങാം. അങ്ങനെ പുള്ളിക്കാരും കണ്ടു തുടങ്ങി. ചിലപ്പം പുള്ളിക്കാരി റിവ്യൂ എല്ലാം പറയുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ അകത്ത് എടുത്തിടാൻ നോക്കാം. ഓക്കെ, ഇപ്പം ഫ്രണ്ട്സ് എത്തി. ഇപ്പം ഞാനുണ്ടല്ലോ കഴിഞ്ഞ ആഴ്ച പോകാൻ വേണ്ടി ഇരുന്നത്. ഇവിടെ ഐമാക്സില് ഡെയിലി ഒരു ടൈമേ ഉള്ളെന്ന് തോന്നുന്നു, 120 ഉള്ളു. അത് ലുലുല് മാത്രമേ ഉള്ളൂ. അപ്പൊ കഴിഞ്ഞ ആഴ്ച നല്ല സീറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് പറ്റില്ല. ഈ വീക്കെൻഡ്സ് മാത്രമേ ഇറങ്ങാൻ പറ്റത്തുള്ളേ. അപ്പൊ ഇന്ന് സാറ്റർഡേ കൂട്ടുകാരോടെ പോയി കാണാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ നമ്മള് മൂവി കാണാൻ പോവാം. ഓക്കെ, ശരി, ടാറ്റ. അപ്പൊ അവരും വന്ന് കയറും. നമുക്ക് മൂവി കണ്ടിട്ട് അല്ലെങ്കിൽ അതിന്റെ ഇടയ്ക്ക് മീറ്റ് ചെയ്യാം. ടാറ്റ. രണ്ടുപേരെത്തി. ഇതൊക്കെ നമ്മൾ എന്റെ ജിം പാർട്ട്നേഴ്സ് ആണ്. നമുക്ക് ഓക്കെ ഗൈസ്, നിങ്ങളെ കിട്ടുന്നില്ലല്ലോ. വെയിറ്റ് ചെയ്യുന്ന കാർത്തിക് ഉണ്ടല്ലോ, ഡീമൺ സ്ലെയർ ഇതിപ്പോ 2ാമത്തെ തവണ കാണാൻ വേണ്ടി വരെയാണ്. അഭിജിത്ത് ആക്ച്വലി ഒന്നും കണ്ടില്ല, സീരീസും കണ്ടില്ല, ചുമ്മാ സിനിമ കാണാൻ വേണ്ടി വരുവാ. ഇന്നലെ ഞാനും ഡെഡ് കേട്ടോ. നമ്മള് ഇല്ലല്ലോ, ഒന്നും കണ്ടില്ലല്ലോ. ഇല്ല, ഇന്ന് സ്നേഹം കാണാൻ പോവുകയാണ്. അതെ, ഞാനല്ലോ പുള്ളിക്കാരി ഇരുത്തി കാണിപ്പിച്ചു. സീരിയസ് ആണ്, പക്ഷെ കണ്ടപ്പോ ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്നേഹിക്ക് ജപ്പാനീസ് ആണ്, ഇംഗ്ലീഷ് ആണ്. അവള് സബ് വായിച്ചു. അതെ, എത്ര മണിക്കുള്ള ഷോ? എടാ, അവിടെയും 120 ആണെന്ന് തോന്നുന്നു, ഇവിടെ പോലെ ആണോ എന്തോ. അതെ, ഡീമൺ സ്ലെയറിനെ കുറിച്ചെല്ലാം പറയാനുണ്ടോ? ഞാൻ സെക്കൻഡ് ടൈം ആണ് കാണുന്നത്. കാർത്തിക് സെക്കൻഡ് ടൈമാണ് കാണാൻ പോകുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം. അഭിജിത്ത് കണ്ടിട്ടേ ഇല്ല. അതെ, മൂവി സൂപ്പർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. സൂപ്പറാണ് മൂവി, സൂപ്പറാണ്. എന്താ സിനിച്ചു അല്ലേ? സെനിറ്റ്സു അക്കാസയാണ് മെയിൻ. സെനിച്ചു അക്കാസ മറ്റേ തേർഡ് അപ്പർ മൂൺ 3 ആണ്. അപ്പർ മൂൺ 3. അതെ, നമ്മളെ ആരെ കൊന്ന്, നമ്മളെ റെങ്കോക്കുനെ കൊന്ന് അവനെ റിവെഞ്ച് എടുക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ജീവ ആ പെണ്ണ് ചാവില്ലേ? നീ അതറിഞ്ഞ
അല്ല അത് അറിയാം. ജീവനൊന്നും അതെ, അപ്പം അങ്ങനെ അക്കാസേനെ നമ്മൾ തകർക്കാൻ പോകണം. എനിക്കറിയാം ഇതൊക്കെ ഇടണമെന്ന് എനിക്കറിയണം. നോക്കട്ടെ. അങ്ങനെ കിടിലൻ ഫൈറ്റ് ഒക്കെ ഉണ്ട്. അനിമേഷൻ ക്വാളിറ്റി അനിമേഷൻ ഒക്കെ സൂപ്പറാണ്. നമുക്ക് എന്താ റിയൽ സിനിമ എന്ന് തോന്നും. അതെ, ഫൈറ്റ് സീക്വൻസും സൂപ്പറാണ്. ഇതിന് മുമ്പ് മൂഗൻ ട്രെയിൻ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതിനകത്ത് ഒരു കിടലൻ ക്യാരക്ടർ ഇന്ത്യയിൽ ഓൾറെഡി 50 കോടി കളക്ട് ചെയ്തു. ഇന്ത്യയിൽ നിന്ന് 50 കോടി കളക്ട് ചെയ്തല്ലേ. ആൾ അടച്ചോ അല്ലേ. അങ്ങനെയാണ് ഇനി 2 പാർട്ട് ഇതിനകത്ത്. 2027 ഈ മൂവിയില് ഏറ്റവും നല്ല ഫൈറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അക്കാസ, പിന്നെ സെനിറ്റ്സു വേറെ ലെവൽ. ജിയുടെ ഫൈറ്റ് ഉണ്ട്. സെനിറ്റ്സുവിന്റെ ഫൈറ്റ് വേറെ ലെവലാവും. ചെറുക്കം ഒന്ന് ഉറക്കമൊക്കെ എണീച്ച് വരും സെനിറ്റ്സു. ഞാൻ ഒന്നും കണ്ടില്ല. പക്ഷെ ട്രെയിലറില് അവൻ ഇങ്ങനെ അത് ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഇതൊക്കെ കാണുന്നവർക്ക് മനസ്സിലാവും ഈ ഉറക്കം എണീച്ച് വരുന്നത് നമുക്ക് എന്തുകൊണ്ടാ പറയണെന്ന്. ഫസ്റ്റ് ട്രൈ ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഡീമൺ സ്ലെയർ. അനിമ ആദ്യമായിട്ട് കണ്ടുപിടുന്നവർക്ക് ഡീമൺ സ്ലെയർ നല്ലൊരു. അതെ, അനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്വാളിറ്റി വൈസല്ലേ നല്ല അത്യാവശ്യം നല്ല കിടിലൻ ക്വാളിറ്റിയിൽ അവരുണ്ടാക്കിയിട്ടുണ്ട്. അതെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് ഐമാക്സ് ഇവിടെ ഒന്നുമില്ല, ലുലുവില് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 120ക്ക് മുമ്പ് അവിടെ എത്തണം. നല്ല അറിവ് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് ലുലു മോളിൽ എത്തിയിട്ട് കാണാം. ചേട്ടാ ഇവിടെ ഇപ്പം എത്താറായി. 120ക്കാണ് മൂവി. ഇപ്പം 12 എത്രയാണ്? 12:56 അങ്ങനെ നമ്മൾ ലുലു എത്താറായി. ക്യാമറമാൻ കാർത്തിക്. അതെ, എനിക്ക് തോന്നുന്നു 110 ഒക്കെ ആകുമ്പം മിക്കവാറും എത്തും. 120 ആകുമ്പം തുടങ്ങിയായിരിക്കും, അറിയത്തില്ല, നോക്കാം. ലേറ്റ് ആവാതിരുന്നാ മതി. നമ്മൾ ഫൈനലി എത്തിയിരിക്കുകയാണ്. ലേറ്റ് ആവും നോക്കാം. ഇവിടെ എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് ആണ്. ആവശ്യത്തെ വല്ലാറ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തിയേറ്ററിലേക്ക് പോവാം. അവിടെ കാണാം. ഞാൻ വിചാരിച്ചു ലേറ്റ് ആവുന്നു, പക്ഷെ ലേറ്റ് ആയിട്ടില്ല. ഓൺ ടൈമിൽ ഇവിടെ എല്ലാവരും ഉണ്ട്. അപ്പൊ ഈ മൂവി കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ മൂവി കഴിഞ്ഞ് നമ്മളെല്ലാവരും ഇറങ്ങുകയാണ്. അങ്ങനെ ഫൈനലി മൂവി കഴിഞ്ഞ് നമ്മളെല്ലാരും തിരിച്ച് ഫുഡ് കഴിക്കാൻ എവിടെങ്കിലും പോവാം. സോ മൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൂപ്പർ ഫിലിമാണ്. സോ ഗുഡ്. എല്ലാരും പോയി കാണുക. ലൈക് മൂവി സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് ലൈക്ക് ഫുൾ ഗൂസ് ബംസ് ആയിരിക്കും. പിന്നെ നമ്മളെന്താ കുറച്ച് ഇമോഷണൽ ആക്കും, ഭയങ്കര ഇമോഷണൽ ആക്കും, കരച്ചിലൊക്കെ വരും. പിന്നെയും ഗൂസ് ബംസ് ഒക്കെ ഫുൾ ആവും. പിന്നെ ഇടയ്ക്ക് വെച്ച് സ്റ്റേബിളായി, കുറച്ച് കഥയൊക്കെ പറയുമ്പോൾ സ്റ്റേബിളായി പോയി. എന്തായാലും മസ്റ്റ് വാച്ച് ആണ്. എന്താ പറയാ, നല്ല മോറൽ മെസ്സേജസ് പറയുന്നുണ്ട്. മെന്റലി കണ്ട ആൾക്കാരെ സ്ട്രോങ് ആക്കും. അഭിജിത്ത് ആദ്യമായിട്ടാ കാണുന്നത്. എങ്ങനെ ഇഷ്ടപ്പെട്ടോ? കഥ കണ്ടിട്ട് എന്താ പറയാനുള്ള? പുള്ളിക്കാരൻ ബാക്കി സീസൺസ് ഒന്നും കണ്ടില്ല, ഡയറക്റ്റ് മൂവിക്ക് വേണ്ടി വന്നതാണ്. അയ്യോ, വളരെ നല്ല മൂവി. എല്ലാരും പോയി കാണുക. കൂടുതൽ കഥയൊന്നും പറയുന്നില്ല. ഫുൾ ഗൂസ് ബംസ് ആയിരുന്നു, കരച്ചിൽ വരും, നല്ല മെസ്സേജസ് ഉണ്ട്. നെവർ ഗീവ് അപ്പ് മൈൻഡ് സെറ്റ് ആണ്. പോയി കാണുക. കാർത്തിക് ഇത് ആക്ച്വലി സെക്കൻഡ് ടൈം. ഇത് ആക്ച്വലി ജാപ്പനീസ് കണ്ട്
പക്ഷെ എനിക്ക് ഇംഗ്ലീഷ് ആണോന്ന് ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് പിന്നെ എന്റെ കൂടെ ഒരു കൂടെ ഒന്ന് കണ്ടു. പിന്നെ എക്സ്പീരിയൻസ് തിയേറ്ററിൽ കണ്ട പിന്നെ ഐമാക്സ് ആയതുകൊണ്ട് ലൈക്ക് സൈഡില് ഇതൊന്നും കട്ടാവത്തില്ല, കാണാനും നല്ല രസമുണ്ടായിരുന്നു. വായിക്കാതെ കാണുന്നവർക്ക് ഒരു പ്രത്യേക എക്സ്പീരിയൻസ്. ഞാൻ മാങ്ക വായിച്ചിട്ടില്ല. ഇവർക്കുണ്ടല്ലോ ബുക്കൊക്കെ ഉണ്ട്. ഈ ബുക്ക് ഓൾറെഡി തീർന്നു. മാങ്ക എന്നാ പറയുന്നത്. അത് ഓൾറെഡി ഫിനിഷ് ആയി. അതിനാണ് ഇവര് ലൈക്ക് അനിമെ പോലെ വിഷ്വൽ രീതിയിൽ ഇറക്കുന്നത്. തൊണ്ടയ്ക്ക് ഭയങ്കര തണുപ്പായിരുന്നു. അത് പറ്റുവാണെങ്കിൽ സ്നേഹര വല്ല റിവ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ ഇടാം. പുള്ളിക്കാരി ഇപ്പം കണ്ട് തീർന്നതാണ്. വിളിച്ചില്ല, ഇനി വിളിക്കണം. അനിമെ കണ്ട് തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ ഡീമൺ സ്ലെയറിൽ തുടങ്ങാം. മീൻസ് കാരണം വെച്ചാൽ ഇത് വിഷ്വലി ഭയങ്കര എന്താ രസമാണ് കാണാൻ. സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അനിമയിൽ തുടങ്ങാം. അപ്പൊ ഇനി നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ പോവാ. ഡ്രൈവ് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. എന്റെ സൗണ്ട് പോയെന്ന് തോന്നുന്നു കേട്ടോ. എന്റെ സൗണ്ട് തിരിച്ചു. ഇനി ഇതിന്റെ സെക്കൻഡ് മൂവി 2027 അല്ലേ ഇറങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് തേർഡ് മൂവി 2029 അപ്പോഴത്തേക്ക് എനിക്ക് എത്ര വയസ്സാവും? 32, 33, 32 ഇയേഴ്സ് എല്ലാം ആവും തോന്നുന്നു. സ്റ്റിൽ ഒരുമിച്ച് എല്ലാവരും പോയി കാണാം. അടുത്ത എനിക്ക് 2027 മൂവി സ്നേഹങ്ങളോടെ ആയിരിക്കും. അഭിജിത്തിന്റെ ഗേൾഫ്രണ്ടിനോട് പോയി കാണാം. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് പോവാലോ. കവടിയാറ് വിശക്കൊന്നുണ്ടോ എല്ലാവർക്കും? നമുക്ക് ഒരു സ്ഥലത്തും കൂടെ പോയിട്ട് കഴിയാൻ പോവാം. ദിവസം മൂവി കണ്ടോടെ ഭയങ്കര സൂപ്പറായി. അനിമെ കാണുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. നിങ്ങള് ഈ മൂവി അല്ലെങ്കിൽ ഈ സീരീസ് കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കമന്റ് ചെയ്യുക. സ്നേഹരോടെ ഉണ്ടല്ലോ പറഞ്ഞു കാണുക. ഫസ്റ്റ് സീസണൊക്കെ കണ്ടപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്റ്റോറിയൊക്കെ സ്നേഹിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ മൂവി കാണിച്ചു. പിന്നെ ലാസ്റ്റ് മറ്റേ ഹാഷ്യര ട്രെയിനിങ് വരെ നമ്മൾ ഒരുമിച്ച് കണ്ടു. ഞാനും ഒരു കൂടെ റീവാച്ച് ചെയ്തു കേട്ടോ. എനിക്ക് കണ്ടപ്പോ പിന്നെയും കേട്ടില്ല. ഈ സിനിമ കാണാൻ വേണ്ടി റിവ്യൂ ചെയ്തത് അല്ല, ഫുൾ സീരീസും സിനിമയും ഒരുമിച്ച് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് സ്നേഹ കാണുന്നുണ്ട്. ഞാനും ഒരുമിച്ചിരുന്നുണ്ട്. അതെ, നിങ്ങളും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കുക. അവര് ലൈഫിൽ വളർന്നു വരുമ്പം നെവർ ഗീവ് അപ്പ് എന്ന് പറഞ്ഞൊരു മൈൻഡ് സെറ്റ് പിള്ളേർക്കും വരും. എത്ര ലൈക്ക് എന്താ പറയാ വേൾഡില് എന്തെങ്കിലും ബാഡ് ആയിട്ട് അവർക്ക് സംഭവിച്ചാലും ഒരു എന്താ മെന്റലി സ്ട്രോങ് ആക്കും. പോയി കാണും. നല്ല സീരീസ് ആണ്, നല്ല മൂവിയാണ്, നല്ല വിഷ്വൽ ആണ്. കാണുമ്പോൾ തന്നെ ഭയങ്കര രസം തോന്നും. അത് ഇനി അടുത്ത് ഇനി 2027 2029. പക്ഷെ ഇതിനിടയ്ക്ക് ഇതെല്ലാം വരും, സീരീസ് എല്ലാം വരുന്നുണ്ടോ? ഇത് കഴിഞ്ഞ് 3 സിനിമയിൽ ഇവർ എൻഡ് ചെയ്യോ? 3 സിനിമ കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഒരു സിനിമ ഉണ്ടെന്ന് തോന്നുന്നു, അറിഞ്ഞൂടാ. പിന്നെ നമ്മള് എന്റെ പേരെന്താ അക്കാസ. അയ്യോ അക്കാസ എന്താ പറയാ, മൂഗൻ ട്രെയിൻ കണ്ട ആൾക്കാർക്ക് അറിയായിരിക്കാം അക്കാസ ആരാണെന്ന്. അതെ, പുള്ളിക്കാരന്റെ ബാക്ക് സ്റ്റോറിയും എല്ലാം ഉണ്ട്. അതെ, അക്കാസ. പിന്നെ മറ്റേ അപ്പർ മൂൺ 2 അതിന്റെ പേരെന്തായിരുന്നു? ഡോമാണ്. എനിക്ക് ഡോമിനെ ഇഷ്ടപ്പെട്ടില്ല. പുള്ളി ഒരു സൈക്കോ പോലെയാണ്. പക്ഷെ ഡോമയ്ക്ക് പറ്റിയത് ഹിനോസ്കെ ആണെന്ന് തോന്നുന്നു കേട്ടോ. അവനും സൈക്കോ ആണ്. അവനും ഹിനോസ്കെ മറ്റേ ഷിനോബിയോ കനാവോ സിസ്റ്റർ പേര് ഞാൻ മറന്നേ.
അവരായിട്ട് ഫൈറ്റ് ഉണ്ട്. പക്ഷെ ഏറ്റവും വെയിറ്റിംഗ് അപ്പർ മൂൺ 1-ന്റെ ഫൈറ്റ് ആണ്. അയ്യോ, ഇതിന്റെ അപ്പർ മൂൺ 1 ഉണ്ട് കേട്ടോ. പുള്ളിക്കാരന് ഒരു പ്രത്യേക 6 ഐസ് ഒക്കെ ഉണ്ട്. ഏറ്റവും ഹൈപ്പഡ് ആയിട്ടുള്ളത് അപ്പർ മൂൺ 1-ന്റെ. അപ്പൊ അവന് ആര് ഫൈറ്റ് ചെയ്യും? മറ്റേ സ്റ്റോൺ ഹാഷറ. അവന് സ്പോയിലർ ആവില്ലേ? സ്റ്റോൺ ഹാഷറ, ടാൻജറോ തീർന്നോ? ടാൻജറോ ഇപ്പൊ ഉണ്ടല്ലോ, നല്ല ടയർഡായി, ഭയങ്കര ഡെഡായി. അതെ, ഗിയും അല്ലേ അവന്റെ പേര്? ഗിയും നല്ല ടയർഡായി, അടിച്ച് ടയർഡായി ഫൈറ്റ് ചെയ്തു. അതെ, ഇനി ആരൊക്കെയാണ്? ഇനി യോർച്ചിയുടെ പാസ്റ്റിന് കാണിക്കും. യുറിച്ചിയുടെ ഫാസ്റ്റ്. ഓക്കെ, യുറിച്ചി അത്ര ഹാപ്പി അല്ലായിരുന്നു അല്ലേ? അവന് വൈഫും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. എന്തോ അതിന്റെ പാസ്റ്റിലെല്ലാം പറയാൻ തോന്നുന്നു. അതെ, ഇനി നോക്കി നോക്കാം. എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. ഓരോ ആൾക്കാരും ഓരോ ലെസൺ ആണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ സ്നേഹമുള്ള എന്തുകൊണ്ട് അങ്ങനെ ആയി എന്ന് ഇപ്പൊ നോക്ക്. ഇപ്പം ഇവിടെ ഓരോ വില്ലൻസ് ഉണ്ട്, കുറെ വില്ലൻസ് ഉണ്ട്. അപ്പർ മൂൺ 10-12 മെയിൻ വില്ലൻസ് ഉണ്ട്. അപ്പം ഇവരാരും എന്താ പറയാ തന്നെത്താനെ ബാഡ് ആയതല്ല. ഇവർക്കൊക്കെ ഓരോ റീസൺ ഉണ്ട് ഈ സ്റ്റേജിൽ എത്താൻ. അതെല്ലാം പറയും. അതൊക്കെ കാണുമ്പോൾ നമുക്ക് കൂടുതൽ പിന്നെ വിഷമമാവും. ഇവരൊക്കെ സാധാരണ ആൾക്കാരായിരിക്കും. മീൻസ് എല്ലാവരും അല്ല, ചില തെണ്ടികളുണ്ട്, പക്ഷെ ചില ഭയങ്കര നല്ല ആൾക്കാരാണ്, നല്ല മനുഷ്യർ. അക്കാശയും അല്ല, ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾ തന്നെ കാണുക. ഇങ്ങനെ ചില ആൾക്കാര് ഇതിലേക്ക് ആയിപ്പോയ ആൾക്കാരുണ്ട്. ചിലര് പ്യൂർ റിവ്യൂലാണ്, ചിലര് ഇത് ബാഡ് ആവാൻ വേണ്ടി ഡീമൻസ് ആയ ആൾക്കാരും ഉണ്ട്. പക്ഷെ ഇപ്പം നല്ല ആൾക്കാർ ഡീമൻസ് ആയ അവര് പെട്ടെന്ന് മെമ്മറി ഒക്കെ പോകും. അവര് പുതിയൊരാളാ ആവും. അപ്പം അവര് പാസ്റ്റ് ആ മോറൽ വളർന്ന രീതി ഒന്നും അവർക്കും ഓർമ്മ കാണുന്നില്ല. പക്ഷെ എന്തായാലും നിങ്ങൾ കാണുക. അതെ, ഇത് ഒരു എന്താ അനിമ മാത്രം. ഇതേപോലെ കുറെ അനിമയുണ്ട്. നറൂട്ടോ ആയാലും ശരി. നറൂട്ടോയാണ് എനിക്കൊന്ന് ഫസ്റ്റ് കണ്ടു തുടങ്ങുന്നത് നറൂട്ടോയിലാണോ? എനിക്കൊന്ന് ഫസ്റ്റ് അനിമ ഞാൻ വാച്ച് ചെയ്തത് നറൂട്ടോ ആണെന്ന് തോന്നുന്നു. അത് നമ്മളെ ഈ കോവിഡ് സമയം ഉണ്ടല്ലോ, ആ ടൈം ആണെന്ന് തോന്നുന്നു. അതെ, അത് എന്താ 2 മെയിൻ ആർക്കല്ലേ? ഒന്ന് ഷിപ്പഡനും നറൂട്ടോ ഷിപ്പഡനും. അതും ഭയങ്കര സൂപ്പർ ആയിരുന്നു. അതും കാണുക. ഒരു ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു കുട്ടി, അതും നെവർ ഗിവ് അപ്പ് മൈൻഡ് സെറ്റ് ആണ്. നമുക്ക് തന്നെ ഞാൻ ഫുൾ മെറ്റൽ ആൽക്കെമിസ്റ്റ് അതും കണ്ട് തീർത്തിട്ടുണ്ട്. അതൊരു ഹാരി പോട്ടർ വൈബ്. അത് ഒരു ബ്രദർ 2 ബ്രദേഴ്സിന്റെ ഒരു കഥയാണ്. അതും വളരെ നല്ല സ്റ്റോറിയാണ്. അറ്റാക്ക് ഓൺ ടൈറ്റൻസ്, അത് എന്താ പറയാ, ഇതൊക്കെ അറ്റാക്ക് ഓൺ ടൈറ്റൻ എനിക്ക് കോളേജ് ടൈമിലാണ് കണ്ടത്. പക്ഷെ കുഴപ്പമെന്ന് വെച്ചാ എന്താ പറയാ, ഭയങ്കര ലേറ്റ് ആക്കി അവന്മാര് ഓരോ സീസണും സിനിമക്കാരൊക്കെ. മീൻസ് നല്ല ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? 1-2 വർഷമൊക്കെ ഗ്യാപ്പ് വന്നിട്ടില്ലേ? കോവിഡ് വന്നതിന് ശേഷം ഭയങ്കര സ്ലോ ആയിട്ട് അവർ റിലീസ് ചെയ്ത് തുടങ്ങി. ഡെത്ത് നോട്ട് സൂപ്പർ ആണ്. ഡെത്ത് നോട്ടിന് ഒന്നും പറയില്ല. എന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ അത്രയും കിടലാണ്. പാരസൈറ്റ് കാണുന്നവർക്ക് കാണാം. മീൻസ് അത് തീർന്ന സംഭവം. സീരീസ് എൻഡായി. അതും സൂപ്പർ ആയിരുന്നു. അതും നല്ല ഇമോഷണൽ ആക്കും. മൈ ഹിയർ അക്കാഡമി നടന്നുകൊണ്ടിരിക്കുക, തീർന്നില്ല. അത് ഇപ്പോഴൊന്നും അവര് തീർക്കത്തില്ലെന്ന് തോന്നുന്നു. ലാസ്റ്റ് പിന്നെയും ഒരു ഇതും കൂടെ ഫൈനൽ സീസൺ ആണോ? ഫൈനൽ സീസൺ ആണെന്ന് തോന്നുന്നു. മാങ്ക എന്റെ എനിക്ക് മൈ ഹിയർ അക്കാഡമി ഇഷ്ടമായിരുന്നു. ഹൈക്കു സ്പോർട്സ് ഇഷ്ടമുള്ളവർക്ക് സ്പോർട്സ് വോളിബോൾ ഇഷ്ടമുള്ളവർക്ക് ഹൈക്കു കാണാം. ഹൈക്കും സൂപ്പറാണ്. ഹൈക്കു പിന്നെ ഏതൊക്കെയാ കണ്ടിട്ടുള്ളത്? വിൻലാൻഡ് സാഗാണ് നീ പറഞ്ഞിട്ട്. ഞാൻ മറ്റേ ഏത് ഒരു ഡ്രാക്കുള അങ്ങനെ എന്തോ കാസിൽവാനിയ, അത് ഓക്കെ ആണ്.
പിന്നെ മസ്റ്റ് വാച്ച് ആനിമേ ഇപ്പൊ എന്താ ഡൺ എന്താ അതിന്റെ പേര്? അതിപ്പോ ഓൺ ഗോയിങ് ആണ്. അതും ഞാൻ കാണുന്നുണ്ട്. എനിക്ക് സ്ലൈം ഇഷ്ടപ്പെട്ടു. സ്ലൈം എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ എന്തൊരു അനിമേ ഉണ്ട്, അത് ഫിനിഷ്ഡ് ആണ്. അത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ വേറൊന്നുണ്ടല്ലോ, ജനിക്കുമ്പം ലൈക് ഒരു കുട്ടി ജനിക്കുമ്പം അത്ര കണ്ണ് കാണും. ഡോറോറോ എന്ന് പറയുന്ന ഒരു ആനിമ ഉണ്ട്. അതും ഭയങ്കര സൂപ്പറാണ്. എൻഡായി നിങ്ങൾക്ക് ലൈക് വൺ ഗോയില് എല്ലാം തീർക്കാം. അതിന്റെ സ്റ്റോറിയും സൂപ്പറാണ്. കുറെ ഡീമൻസും, ഒരു കുട്ടി ജനിക്കും, കുട്ടിക്ക് എന്താ പറയാ ഓരോ സ്കിന്ന് കാണത്തില്ല, ഐസ് കാണത്തില്ല. ഓരോ ഡീമൻസിനെ കൊല്ലുമ്പോഴാണ് ആ ബോഡിയിൽ ഓരോ ഓർഗനായിട്ട് തിരിച്ചു വരുന്നത്. സ്റ്റോറി ലൈനും എല്ലാം സൂപ്പറായിരുന്നു. അതും സജസ്റ്റ് ചെയ്യുന്നുണ്ട്, അതും പോയി കാണുക. വൺ പീസ് ഞാൻ കണ്ട് തുടങ്ങിയില്ല, എനിക്ക് കാണണമെന്നുണ്ട്. അതും കാണണം. വൺ പീസ് നീ കണ്ടോണ്ടിരിക്കല്ലേ? ഞാൻ വൺ പീസിന്റെ ഒരു മൂവി കണ്ടത്, വൺ പീസ് റെഡ് ഞാൻ കണ്ടു. എനിക്ക് റെഡ് അത്ര എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല. ചിലപ്പോ സീരീസ് കാണാത്തോണ്ടായിരിക്കും എനിക്ക് മനസ്സിലാവാത്ത. വൺ പീസ് 1400 200 മേളിലുണ്ട്. ഓൺ ഗോയിങ് ആണ്. അതും കണ്ടു തുടങ്ങണം, സ്ലോലി കണ്ടു തുടങ്ങണം. അതെ. വേറെ വൺ പീസ് നരൂട്ടോ ആണ് ഇപ്പം ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്നത്. നരൂട്ടോ തീർന്നു, പക്ഷെ ബറൂട്ടോ അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. മീൻസ് ബറൂട്ടോ നരൂട്ടോ ഒരു മോന്റെ കണ്ടിന്യൂഷൻ ആണ്. മോനെ കുറിച്ച് മോനും മോളും അവരെയൊക്കെ വെച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുക. നയൻറ്റയിലൊക്കെ തിരിച്ചു വന്നു കേട്ട്. തിരിച്ചു വന്നു. അയ്യോ, മറ്റേ നരൂട്ടോയില് പെയിൻ എന്ന് പറഞ്ഞൊരു ആർക്കുണ്ട്, അത് സൂപ്പറാണ് അല്ലേ? പെയിൻ എന്ന വില്ലനും നല്ല. ഇവന്മാര് മിക്ക വില്ലൻസ് ഇങ്ങനെയാണ്. മീൻസ് ലൈഫിൽ അത്രയ്ക്കും കഷ്ടപ്പെട്ട് വില്ലനായ ആൾക്കാരാണ്. കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ മീൻസ് സിറ്റുവേഷൻസ് അവര് അങ്ങനെ ആക്കി തീർത്തതാ. അല്ലാതെ വേണമെന്ന് വെച്ച് ആരും വില്ലൻ ആയതല്ല. അതെ, നിങ്ങളും ആനിമയിലേക്ക് ഇറങ്ങുക. അതെ, ലൈഫില് എന്താ പറയാ, ടൈം കിട്ടുമ്പോൾ കാണുക. ലൈഫിൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അതെ, ആൾക്കാരോട് അതെ ഭയങ്കര പ്യുവർ ആയിട്ടുള്ള കാര്യമല്ലേ? ലൈക് മനസ്സിൽ നിന്ന് തന്നെ ഒരു സന്തോഷം വരും ഇതൊക്കെ കാണുമ്പോ. അങ്ങനെ അതെ. അപ്പൊ അനിമയെ കണ്ടു തുടങ്ങും, കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കും. അപ്പം അവർക്ക് നല്ലൊരു മോറൽ ലെസൺ കിട്ടും, മെന്റലി സ്ട്രോങ് ആവും, പിന്നെ ഫിസിക്കലി സ്ട്രോങ് ആവാനും അവര് ശ്രമിക്കും. ഈ അനിമയില് ഡീമൺ സ്ലെയർ ആയാലും ശരി, അവര് എന്താ പറയാ നമ്മളെ ലിമിറ്റ്സ് പുഷ് ചെയ്ത് എന്താ പറയാ ബോഡി ആയാലും നല്ല മെയിൻറ്റെയിൻ ചെയ്ത് ഇത്രയും മസിൽ സ്ട്രെങ്ത് ഒക്കെ കൂട്ടാൻ നോക്കുന്ന സ്റ്റോറി ലൈനാണ്. കാണും. അഭിജിത്ത്, ഫസ്റ്റ് ടൈം നീ അനിമ കണ്ടിട്ടില്ലല്ലോ? ഫസ്റ്റ് ടൈം കണ്ടിട്ട് ഫ്രെയിമിലേക്ക് കണ്ടോടുന്നു. ഫസ്റ്റ് ടൈം കണ്ടിട്ട് അനിമ കണ്ടിട്ട് എന്ത് തോന്നുന്നു? തോന്നിയില്ല ഒന്നും. കാണുമല്ലോ, എനിക്കങ്ങനെ തോന്നിയില്ല. പിന്നെ കണ്ടപ്പോ ഗൂസ് ബംസ് ഇങ്ങനെ രോമാഞ്ചം എല്ലാം വന്നു. ഇഷ്ടം പോലെ സീസൺ 1 കണ്ടുപിടാം. അനിമെ കണ്ടുതുടങ്ങും. ഈ സെയിം രീതിയിലാണ് ഞാൻ സ്നേഹരുടെ പറഞ്ഞത്, അനിമെ കാണും. അതന്നെ എന്റെ വ്യൂവേഴ്സിനോടും പറയാനുള്ളത്, അനിമെ കാണും. ഏജ് ലിമിറ്റ് ഒന്നും ഇല്ല. ഇപ്പൊ നിങ്ങള് പ്രായമുള്ള ആളായാലും കാണുക, കുഴപ്പമില്ല അല്ലേ? ഏത് ഏജിലുള്ളവർക്ക് കാണും. തിയേറ്ററിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മള് അനിമ ഉണ്ടല്ലോ, ഞാൻ ഫസ്റ്റ് ടൈമാണ് തിയേറ്ററിൽ പോയി കാണുന്നത്. നമ്മള് ലൈക് ആ റൂം ഫുൾ സെയിം മൈൻഡ് സെറ്റ്. മീൻസ് ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ കൂടെ ഇരുന്ന് ആദ്യമായിട്ടാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ലൈക് ഓരോ സീൻസ് വരുമ്പോ അവരെ എക്സൈറ്റഡ് ആവും,
അത് കാണുമ്പോൾ നമുക്കും ഭയങ്കര ഹാപ്പി ഫീലിംഗ് ആവും. ആൻഡ് ഒരിക്കലും അനിമെ കാർട്ടൂൺ എന്ന് പറയില്ല, കാർട്ടൂൺ അല്ല. നിനക്ക് കാർട്ടൂൺ ആയിട്ട് തോന്നിയോ? അഭിജിത്ത് ഇല്ല 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 സത്യം പറ, സത്യം പറ. അങ്ങനെ തോന്നി ഞാൻ പലരും പറയില്ല, അങ്ങനെ തോന്നുന്നില്ല. എനിക്ക് ഇപ്പോഴും മറ്റേ ഹാഷര ട്രെയിനിങ്ങില് മറ്റേ പൊട്ടിത്തെറിക്കുന്നത് ഇവിടെ ഒരു സീനുണ്ട്. ഹാഷര ട്രെയിനിങ് ആർക്കെന്ന് പറഞ്ഞ് ആ സീസണില് ഫൈനൽ എപ്പിസോഡ് ലൈക്ക് ഒരു ഫുൾ എന്താ പറയാ വീട് എല്ലാം പൊട്ടിത്തെറിക്കും. വേണ്ട അപ്പം എല്ലാം പൊട്ടിത്തെറിക്കുക. അത് നമ്മൾ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ഫീൽ ആവും. അത് സൂപ്പർ ആയിരുന്നു. അതെ, കണ്ടു തുടങ്ങിക്കോളൂ ഗൈസ്, കണ്ടു തുടങ്ങിക്കോളൂ. താഴെ നിന്ന് കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സീൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നിനക്ക് അതിൻ്റെ അകത്ത് വേറെ വല്ല ഇഷ്ടപ്പെട്ട സീൻസ് എല്ലാം ഉണ്ടായോ? പക്ഷെ ടാൻസറൊക്കെ ഡെഡ് ആയി പോയി. അവര് ലൈക് ഫൈറ്റ് ചെയ്ത് ലൈക് ബോധം കെട്ട് വീഴും. പക്ഷെ മസ്റ്റ് വാച്ച് ആണ്. വിഷ്വൽ പവർ ശരിക്കും എന്താണ് അവരൊക്കെ ഈ മൂവിയാണെന്ന് നമുക്ക് അപ്പർ മൂൺസിന്റെ ഒക്കെ പവർ എന്താണെന്ന് നമുക്ക് റിയൽ ആയിട്ട് മനസ്സിലാവും. ഇത് ഭയങ്കര സ്ട്രോങ് ആണല്ലേ അമ്മമാര്. വേണ്ട എന്തായാലും നോക്കാം. പെട്ടെന്ന് ഒരു ബ്രേക്ക് ഒക്കെ ഇടാം. ഇപ്പോഴാണ് മൂവി കഴിഞ്ഞത്, വന്ന് കാറിലിരുന്നു. അങ്ങനത്തെ ഒരു മൂവി ഞാൻ കണ്ടിട്ടേ ഇല്ല. ലൈക്ക് ടൈം കാണാൻ തുടങ്ങിയ റീസൺ വന്നിട്ട് അബി പറഞ്ഞു, സ്നേഹ നീ പോയിട്ട് നോക്ക് ഈ പടം, നിനക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ നോക്ക്, പിന്നെ എടുത്ത് പറ. അങ്ങനെ പറഞ്ഞു. ഞാൻ ഓക്കെ ശരി ഓക്കെ പടമല്ല സോറി ഷോ നോക്കാൻ പറഞ്ഞു, സീരീസ് നോക്കാൻ പറഞ്ഞു. ഞാൻ ഓക്കെ. സാഡായിരുന്നു, അയ്യോ എന്താ ചെയ്യാനാ, വേറോ നെക്സ്റ്റ് ജോബ് വേറോ, അപ്പോൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ വേറെ കൺട്രിയിലാണ്, അതുകൊണ്ട് അത്ര ഈസി ആയിരുന്നില്ല എനിക്ക്. പക്ഷെ ആ ടൈമിൽ അബി ഗിവ് അപ്പ് ചെയ്യണ്ടാണ് കൂടി ലൈക്ക് വായാലോ പറഞ്ഞില്ല. പക്ഷെ ഈ സീരീസ് നോക്ക്, നീ ഈ സീരീസ് നോക്കുകയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിനക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അങ്ങനെ പറഞ്ഞു. അപ്പൊ ഫൈനലി ഫുഡ് എത്തി. ഹായ് ഗൈസ്, നമ്മളിപ്പോ എന്താ ഡിന്നറൊക്കെ കഴിച്ചു. ഞാൻ ഈ വ്ളോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇന്നത്തെ ദിവസം ലൈക്ക് നല്ലൊരു മൂവി കണ്ടു, ഫ്രണ്ട്സിന്റെ കൂടെ ഡിന്നർ കഴിക്കാൻ പോയി, നല്ലായിരുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നോക്കി അടുത്ത വ്ളോഗിൽ ഉടനെ കാണാം. ഓക്കെ, അപ്പം ടാറ്റ.